വെൽക്കം ടു മിസ് ഉർദു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉർദു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഉർദു ഭാഷയിൽ ബന്ധങ്ങളുടെ പേരുകൾ പഠിക്കാം. ഫാമിലി ഇൻ ഉർദു. പ്രായഭേദമന്യേ എല്ലാ കൂട്ടുകാർക്കും ഒരേ രീതിയിൽ മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ബന്ധങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ മെയിൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും ഒരു 5 വയസ്സുള്ള കുട്ടി, ഈ ആൺകുട്ടിയുടെ പ്രായത്തിലേക്ക് ഒന്ന് കുറഞ്ഞു വരണം. പെൺവർഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഈ ഒരു 5 വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു പ്രായത്തിലേക്ക് കുറഞ്ഞു വരണം. പെൺകുട്ടിക്ക് ലടുക്കി എന്നും ആൺകുട്ടിക്ക് ലടുക്ക എന്നും പറയും. ഇവർ തമ്മിൽ സഹോദരങ്ങളാണ്, ഭായ് ബഹൻ. അവരുടെ അമ്മയ്ക്ക് ഉറുദുവിൽ അമ്മി അല്ലെങ്കിൽ മാ എന്ന് പറയും. അമ്മി, മാ. അച്ഛന് ഉറുദുവിൽ ബാബ് അല്ലെങ്കിൽ അബൂ എന്ന് പറയും. ഇവർ അവരുടെ മകൾക്ക് ബേട്ടി എന്നും മകന് ബേട്ട എന്നും പറയും. ഈ കുട്ടികളുടെ വാലിദേ ആണ് അവർ, പാരൻസ്, രക്ഷകർത്താക്കൾ. ഇനി നമുക്ക് വ്യക്തമായ രീതിയിൽ ഈ കുട്ടികളുടെ മറ്റു ബന്ധുക്കളെ പരിചയപ്പെടണമെങ്കിൽ അവർ ഓരോരുത്തരുടെയും വീട്ടിൽ പോകണം. നമുക്ക് ആദ്യം അച്ഛൻ്റെ വീട്ടിൽ പോകാം. അച്ഛൻ്റെ അച്ഛന് ഉറുദുവിൽ ദാദാ എന്നാണ് പറയുന്നത്. അച്ഛൻ്റെ അമ്മയ്ക്ക് ദാദി എന്നും, അച്ഛൻ്റെ ഏട്ടന് തായ എന്നും, അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് തായി എന്നും പറയും. അച്ഛൻ്റെ അനുജന് ചച്ച അല്ലെങ്കിൽ ചാച്ച എന്നും, അനുജൻ്റെ ഭാര്യ ചാച്ചി അല്ലെങ്കിൽ ചച്ചി. അച്ഛനൊരു സഹോദരി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പൂഫി എന്നാണ് വിളിക്കുക. പൂഫി. അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിന് പൂഫ. പൂഫി, പൂഫ. സാധാരണഗതിയിൽ അച്ഛൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ ആൾക്കാരാണ് ഉണ്ടാവുക. ഇനി അമ്മയുടെ വീട്ടിലേക്ക് പോവാം. അമ്മയുടെ വീട്ടിൽ പോയാൽ അമ്മയുടെ അമ്മ നാനി, അമ്മയുടെ അച്ഛൻ നാന, നാനി, നാന. അമ്മയ്ക്കൊരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരനെ മാമൂൻ എന്ന് വിളിക്കും. സഹോദരൻ്റെ ഭാര്യയെ മുമാനി, മുമാനി. അമ്മയുടെ സഹോദരിയെ ഖാല, ഖാല. സഹോദരിയുടെ ഭർത്താവ് ഖാലു, ഖാലു. മദർ, സിസ്റ്റർ ആൻഡ് ഹർ ഹസ്ബൻഡ്. ഇനി ഈ നാനാ നാനിക്കും ദാദാ ദാദിക്കും നിങ്ങൾ ആരെന്ന് നോക്കാം. ദാദാ ദാദിക്ക് പേരക്കുട്ടികളെ, മകൻ്റെ മകനെ പോത്ത എന്നും മകൻ്റെ മകളെ പോത്തി എന്നുമാണ് വിളിക്കുക. നാനാ നാനി, മകളുടെ മകൻ നവാസ, മകളുടെ മകൾ നവാസി. ഈ പോത്ത പോത്തി നവാസ നവാസിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ നാനാ നാനിക്കോ ദാദാ ദാദിക്കോ അവരുടെ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ പർനാന, പർനാനി അല്ലെങ്കിൽ പർദാദ, പർദാദി എന്ന് പറയാം. അതായത് നമ്മുടെ നാനൻ്റെ അച്ഛനോ അമ്മയാണെങ്കിൽ പർനാന, പർനാനി. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. കുട്ടികളാവുമ്പോൾ ഒരാൾക്ക് ഇത്രയും ബന്ധങ്ങളാണ് ഏകദേശം ഉണ്ടാവുക. ഇനി അവർക്ക് കൂടുതൽ ബന്ധങ്ങൾ വരുന്നത് അവർ വളർന്ന് വലുതായതിനു ശേഷം ആണ്. അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ വളർന്ന് ഏകദേശം ഈ ഒരു ലെവലിൽ, ഈ 3ാമത്തെ സ്റ്റേജിൻ്റെ ലെവലിലെത്തുമ്പോൾ അവരുടെ കല്യാണം കഴിയും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലാണ് അവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ആ ബന്ധങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ലടുക്ക, ലടുക്കി, ബേട്ട, ബേട്ടി. ആ സ്ഥാനത്ത് നിന്ന് ആ ബേട്ടി മാറി അവളിപ്പോൾ ഒരു ഭാര്യയായി. ഭാര്യയാകുമ്പോൾ ഭാര്യയ്ക്ക് ബീവി എന്നാണ് പറയുക. അവളുടെ ഭർത്താവിന് ഹാവന്ത് അല്ലെങ്കിൽ ഷോഹർ എന്ന് പറയും. ബീവി, ഷോഹർ. അവരുടെ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ ഇനി വരുന്നത് ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ അച്ഛൻ. അവർക്ക് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സാസ് എന്നാണ് ഉറുദു പറയുക. സാസ്. ഭർത്താവിൻ്റെ അച്ഛൻ സസുർ.
സസുർ, സാസ് സസുർ. ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന മറ്റുള്ള അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതായത് ഭർത്താവിനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നെങ്കിൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കും എന്താ പറയുകയെന്ന് വെച്ചാൽ, ജ്യേഷ്ഠന് പറയും, ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ പറയുക ജേഠ്, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ജഠായി, ജഠായി, ജേഠ്, ജഠായി. ഭർത്താവിൻ്റെ അനിയന്, ഈ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ അനിയൻ ദേവർ, ദേവർ. അനിയൻ്റെ ഭാര്യ ദേവറാണി, ദേവറാണി, ദേവർ, ദേവറാണി. ഭർത്താവിനൊരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിയെ നമ്മൾ പറയുന്നത് നനന്ദ്, നനദ്. ഭർത്താവിൻ്റെ സഹോദരി നനദ്, സഹോദരിയുടെ ഭർത്താവ് നന്ദോയി, നന്ദോയി. ഇത്രയാണ് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ സാധാരണ ആൾക്കാരുണ്ടാവുക. ഒരു പെൺകുട്ടിക്ക് പുതിയൊരു ജീവിതം നയിക്കുമ്പോൾ വരുന്ന ബന്ധങ്ങളാണ് ഇപ്പം നോക്കിയത്. ഇനി നമുക്ക് ആദ്യം കണ്ട ചെറിയ കുട്ടി, ആൺകുട്ടി വളർന്ന് വലുതായി വേറൊരു കല്യാണമൊക്കെ കഴിയേണ്ട പ്രായമായതിനു ശേഷം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യ വീട്ടിൽ വരുന്ന പുതിയ ബന്ധങ്ങളാണ് ഇനി അടുത്തത് നോക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലടുക്ക ഭർത്താവും. അപ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനത്തിന് എന്താ പറയുക നമ്മൾ പഠിച്ചല്ലോ, ഷോഹർ. ഭാര്യ ബീവി. ഭാര്യ വീട്ടിൽ വരുന്ന ഭാര്യയുടെ അമ്മയും അച്ഛനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാസ് സസുർ തന്നെയാണ്. സാസ് തന്നെയാണ് ഭാര്യയുടെ അമ്മയ്ക്കും പറയുക, സസുർന്ന് ഭാര്യയുടെ അച്ഛനും അതുപോലെ തന്നെ പറയാം. ഭാര്യയ്ക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരി ഇയാളുടെ സാലിയാണ്, സാലി. ആ സഹോദരിയുടെ ഭർത്താവ് ഹംസുൽഫ്, ഹംസുൽഫ് ആണ്. ആ വീട്ടിൽ രണ്ടാളും ഒരേ സ്ഥാനക്കാരല്ലേ, മരുമക്കൾ. പിന്നെ ഭാര്യയുടെ സഹോദരൻ സാല, സാല. ആ ഭാര്യയുടെ സഹോദരൻ്റെ ഭാര്യയെ സാലേഹാർ, സാലേഹാർ. അതായത് അളിയൻ കെട്ടിക്കൊണ്ടുവന്ന ആൾ, അളിയനെ സാല എന്നാണ് വിളിക്കുക. ഈ സഹോദരന്മാർ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയുന്നത്. അതായത് സഹോദരൻ്റെ ഭാര്യ ആ സഹോദരിക്ക് ഭാബിയാണ്, സഹോദരൻ്റെ ഭാര്യ ഭാബി. ഇയാൾക്ക് സഹോദരിയുടെ ഭർത്താവ്, അതാണ് പുതിയ മെമ്പർ ആ വീട്ടിലേക്ക് വന്നത്, അത് ബഹനോയി, ബഹനോയി. ബഹൻ്റെ ഭർത്താവ് ബഹനോയി. ബഹന് സഹോദരിക്കൊരു കുഞ്ഞുണ്ടായാലും മോന് ഭാഞ്ച, മോള് ഭാഞ്ചി. സഹോദരിയുടെ മകൻ ഭാഞ്ച, സഹോദരിയുടെ മകൾ ഭാഞ്ചി. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് സഹോദരൻ്റെ മകൻ ഭത്തീജ, സഹോദരൻ്റെ മകൾ ഭത്തീജി. അങ്ങനെയാണ് ആ ബന്ധം വരിക. അപ്പോൾ ഉള്ള എല്ലാ ബന്ധങ്ങളും ഏകദേശം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി വീഡിയോ ആദ്യം മുതൽ കണ്ട് പോസടിച്ച് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഖുദാ ഹാഫിസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.